നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ സുന്നി മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ ഒരു രസാവഹമായ തർക്കം നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പരമോന്നത നേതാവ്? പരമോന്നത നേതാവ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ആണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ഒരു പരമോന്നത നേതാവൊന്നും ഇല്ല എന്നാണ് മുസ്ലിം മതവിശ്വാസികൾ പൊതുവെ പറയുന്നത്. എങ്കിലും പൊതുവെ ആരാണ് സുപ്രീം ലീഡർ കേരളത്തിലെ സുന്നി മുസ്ലിം മതവിശ്വാസികളിലെ എന്നൊരു തർക്കം അതിലെ സംഘടനകൾ തമ്മിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് നേതാവ്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണോ, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണോ? ഏത് തങ്ങളാണ് മുസ്ലിങ്ങളുടെ പരമോന്നത നേതാവ്? കേരളത്തിലെ സുന്നി മുസ്ലിങ്ങൾക്കിടയിലെ പരമോന്നത നേതാവ് ആരാണ്? ഇത്തരത്തിലുള്ള തർക്കം നടക്കുന്നുണ്ടെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുവെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോയ തങ്ങൾ ലീഗ് അധ്യക്ഷനായിരുന്നപ്പോഴും അതിനു മുമ്പ് ഉള്ള ലീഗ് അധ്യക്ഷന്മാർ ബാഫക്കി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് അധ്യക്ഷന്മാരിരുന്നപ്പോഴുമെല്ലാം എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പൊതുവെ ഈ പാണക്കാട് തങ്ങന്മാർക്കും അതിനു മുമ്പുള്ള ബാഫക്കി തങ്ങൾക്കുമെല്ലാം ജാതി മതഭേദമന്യേ ജനങ്ങൾ അവരെ ബഹുമാനിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹം പൊതുവെ അവർക്കൊരു ആത്മീയ ആചാര്യ പദവി, പരമോന്നത ആത്മീയ ആചാര്യ പദവി നൽകിയിരുന്നു. ഒരു വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെങ്കിലും, എല്ലാവരും എന്നല്ല, വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെങ്കിലും ഈ പാണക്കാട് തങ്ങന്മാരെയും ബാഫക്കി തങ്ങളെയും ഒക്കെ തങ്ങളുടെ ഒരു വലിയ മതപണ്ഡിതന്മാരും മതാചാര്യന്മാരുമായി അംഗീകരിച്ചിരുന്നു ഒരു പരിധിവരെയെങ്കിലും. അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടാകുന്നതും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം വേറൊരു സംഘടന ഉണ്ടാക്കി, കാന്തപുരം AP വിഭാഗം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി പോവുകയും അദ്ദേഹം CPM-നോട് അടുക്കുകയും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ മുസ്ലിം ആചാര്യൻ, മുസ്ലിം മതപണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ ഉസ്താദായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ലീഗിലും അല്ലെങ്കിൽ സമസ്തയിലും വലിയ തർക്കങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണോ മലബാറിലെ മുസ്ലിങ്ങളുടെ പ്രധാന ആചാര്യൻ അല്ലെങ്കിൽ സുപ്രീം ലീഡർ, പരമാധ്യക്ഷൻ? അതാ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷനായ സാദിഖ് അലി തങ്ങളാണോ? ഇവരിൽ ആരാണ് മലബാറിലെ സുന്നി മുസ്ലിങ്ങളുടെ പ്രധാന ആചാര്യൻ അല്ലെങ്കിൽ സുപ്രീം ലീഡർ എന്നുള്ള തർക്കം ഇപ്പോൾ നടന്നു വരികയാണത്രേ. അത്തരത്തിലൊരു തർക്കമുണ്ടാകുമ്പോൾ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ഒരു കാലത്ത് സമസ്ത എന്ന് പറയുന്നത് ലീഗിൻ്റെ ഒരു മതപണ്ഡിത സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. ലീഗ് എന്ത് പറയുന്നുവോ അതാണ് സമസ്തയിൽ നടക്കുമായിരുന്നുള്ളൂ. ലീഗിൻ്റെ നേതാക്കളാണ് സമസ്തയെ ഏറെക്കുറെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നത്. സമസ്തയിലെ ഈ പറയുന്ന മുത്തുക്കോയ തങ്ങളടക്കമുള്ള വലിയ മതപണ്ഡിതന്മാർക്ക് എന്തെങ്കിലും കാര്യം സർക്കാരിൽ നിന്ന് നടത്തണമെങ്കിൽ മുസ്ലിം ലീഗ് വഴി മാത്രമേ അവർക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് UDF ഭരണകാലത്ത്. എന്നാൽ പിണറായി വിജയൻ വന്നതോടെ ഈ കളി മാറ്റി. അദ്ദേഹം സമസ്തയുടെ അധ്യക്ഷനെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ളവരെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം എന്ന് തന്ത്രശാലിയായി പിണറായി വിജയൻ പറയുകയും അതോടെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം സമസ്തയ്ക്ക് ഇല്ലാതെ വരികയും ചെയ്തു. എന്തെങ്കിലും ആവശ്യം സർക്കാരിന് നേരിടണമെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യം പറയാം, അദ്ദേഹം അത് അപ്പം നടത്തി കൊടുക്കും, പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ മുസ്ലിം ലീഗ് അപ്രസക്തമാകുന്നുള്ളൊരു ധാരണ ആയിടക്കി. കഴിഞ്ഞ 2 തവണയായുള്ള പിണറായി വിജയൻ്റെ ഭരണകാലത്തും സമസ്തയെ അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്യുകയും ലീഗിനെ പതിയെ മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പോൾ അവസാനം ലീഗിന് സമസ്തയിൽ വലിയ പിടിയില്ലാതെയായി. കാരണം സമസ്തയ്ക്ക് ലീഗിനെ ആവശ്യമില്ലാതെയായി. പിണറായി വിജയനോട് എന്ത് കാര്യം പറഞ്ഞാൽ നടത്തിത്തരും, പിന്നെ ലീഗിൻ്റെ ആവശ്യമില്ല, കുഞ്ഞാലിക്കുട്ടിയും തങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ള അവസ്ഥ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അടക്കമുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രസകരമായ കാര്യം, UDF വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പിണറായി വിജയൻ തുടരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും സമസ്ത നേതൃത്വം ലീഗിനോട് പറഞ്ഞു കളഞ്ഞു. ഇതാദ്യമായിട്ടാണ് ലീഗ് ഇത് കേൾക്കുന്നത്. ലീഗ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇക്കാര്യത്തിൽ. കാരണം സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ നിലപാട് പിണറായിക്ക് അനുകൂലമായിട്ട് എടുക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ തർക്കം തുടരുകയാണ്. ആരാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളുടെ പരമാധ്യക്ഷൻ, പരമോന്നത നേതാവ്? അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണോ പാണക്കാട് സാദിഖ് അലി തങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം വളരെ രൂക്ഷമാവുകയാണ്. പരസ്പരം ലീഗ് നേതൃത്വവും സമസ്ത നേതൃത്വവും ഇക്കാര്യത്തിൽ പരസ്പരം വാളോങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അതും ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും, വടക്കൻ ജില്ലകളിലെ മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ UDF-നും ചില പ്രശ്നങ്ങളുണ്ട്.